മലയാള നിഘണ്ടുവിൽ ദരിദ്രർ എന്ന വാക്ക് ഒഴിവാക്കിയതിൽ മനംനൊന്ത് ഒരു 4 അംഗ കുടുംബം ജീവനൊടുക്കി. താമസിക്കാൻ ഒരു വീടില്ല, സ്വന്തമായി വരുമാന മാർഗമില്ല, പട്ടിണി സഹിക്കാനാവുന്നില്ല, മരുന്നിന് നിർവാഹമില്ല. എല്ലാമുള്ള ഒരേ ഒരു മാർഗം, അത് മരണത്തിലേക്കുള്ള മാർഗമായിരുന്നു. ആ വഴി തിരഞ്ഞെടുക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല. അതിനുവേണ്ടി ആരുടെ മുന്നിലും യാചിക്കേണ്ടതില്ല. അവസാനം ആ കുടുംബം ആരോടും ചോദിക്കാതെ ആ വഴി തിരഞ്ഞെടുത്തു. മൂവാറ്റുപുഴ നദിയിലെ ഓളങ്ങളുള്ള കുടുംബത്തെ സ്നേഹപൂർവ്വം മാടി വിളിച്ചു. അവരാ വിളി കേട്ടു. അച്ഛനും കാഴ്ചപരിമിതിയുള്ള അമ്മയും 6ഉം 2ഉം വയസ്സുള്ള 2 കുരുന്നുകളും. അവർ അവസാനത്തെ ഒരു പിടി വറ്റി തിന്നത് ഹോട്ടലിൽ നിന്നാണ്. അവസാനത്തെ ഒരു ഉരുള വാരി കൊടുക്കുമ്പോൾ ആ കുരുന്നുകളോട് പറഞ്ഞിട്ടുണ്ടാവുക, നമ്മൾ വിരുന്നു പോവുകയാണ് എന്നായിരിക്കും. എന്തു പറഞ്ഞാലും സത്യമെന്ന് വിശ്വസിക്കുന്ന പ്രായമാണല്ലോ അവർക്ക്. ജീവിക്കാനുള്ള കൊതി ബാക്കിയുള്ളത് കൊണ്ടായിരിക്കാം ഭൂമിയിലെ അവസാന അന്നവും അവർ കഴിച്ചത്. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പിച്ച് മരണത്തെ ചോദിച്ചു വാങ്ങുമ്പോൾ ആരൊക്കെയായിരിക്കാം അവർ ശപിച്ചിരിക്കുക? നമ്മുടെ ഈ വ്യവസ്ഥിതിയെ, ഇനി ദരിദ്രരായും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുമായി ആരുമില്ലെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ഗവൺമെന്റിനെ, ദൈവത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച് ദൈവഹിതമായി ഒന്നും ചെയ്യാത്ത മതങ്ങളെ, എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തത്? 2 കുരുന്നുകളെ കൂടി ദുരന്തത്തിലേക്കൊപ്പം കൂട്ടിയതെന്തിനാണ്? നാരായണന്റെ ഭാര്യ വിജിമോൾ, 6 വയസ്സായ മകളും 2 വയസ്സായ മകനും. ഇതായിരുന്നു ആ കുടുംബം. കുടുംബം മുമ്പ് കോതമംഗലത്ത് വാടക വീട്ടിലായിരുന്നു താമസം. വാടക കുടിശ്ശികയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കാരണം അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ അവസാനം ആ കുടുംബം പോലീസിനെ സഹായത്തിനായി സമീപിച്ചു. അതിനെ തുടർന്ന് ഭക്ഷണം, താൽക്കാലിക താമസം, പുതിയ വാടക വീട് എന്നിവ ഒരുക്കാൻ സഹായം നൽകിയിരുന്നു. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു, കേരളത്തിലെ മലയാളം നിഘണ്ടുവിൽ പോലും ദരിദ്രർ എന്ന വാക്കുകൾ ഉണ്ടാവില്ല എന്ന്. ആ കേരളത്തിലാണ് ആ പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും മരണങ്ങൾ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഗവൺമെന്റിനും കയ്യടി വാങ്ങാൻ എന്തു പറയാം. പക്ഷേ ആ കയ്യടിയിൽ നിങ്ങൾ കേൾക്കാതെ പോകുന്നതാണ് പട്ടിണിയും പരിവട്ടവുമായി ജീവിതം തള്ളി നീക്കുന്നവരുടെ കണ്ണീരിൽ കുതിർന്ന കരച്ചിലിന്റെ ഒച്ച. അത് ശബ്ദിക്കാൻ അവകാശമില്ലാത്തവരുടെ നെടുവീർപ്പായി ആരും കേൾക്കാതെ അകന്നു പോകുന്നു. ഗവൺമെന്റുകൾ വലിയ സ്വപ്നങ്ങളിലേക്ക് ചിറക് വിരിച്ച് പറക്കാനൊരുക്കും മുമ്പ് ഒന്ന് കാൽച്ചുവട്ടിലേക്ക് നോക്കണം. അവിടെയുണ്ട് പുഴുക്കളെ പോലെ കുറെ ജീവിതങ്ങൾ. അവരെ വാനോളം ഉയർത്തുകയൊന്നും വേണ്ട, ഒന്ന് പിടിച്ചു നിൽക്കാൻ സഹായിച്ചാൽ മാത്രം മതി. ഈ ദുരന്തത്തിന് ശേഷം ഫേസ്ബുക്കിൽ സജ്ജലാൽ എന്നൊരു സഹൃദയന്റെ വാളിൽ ഒരു കുറിപ്പ് കണ്ടു. അതിങ്ങനെയായിരുന്നു: ഒരു ഭക്തൻ ഗുരുവായൂരിൽ കൊടുത്തത് 37 പവന്റെ സ്വർണ്ണ കിരീടം, കാഴ്ചപരിമിതിയുള്ള ഭാര്യയും 2 മക്കളും, പിന്നെ ആ പാവം മനുഷ്യനും. കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആ 4 ജീവനുകൾ അലഞ്ഞു അവസാനം ജീവിതം തന്നെ ഒരു പുഴയിൽ അവസാനിപ്പിച്ചു. സുഖലോലുപതയിൽ കഴിയുന്ന അയ്യപ്പനും ഗുരുവായൂരപ്പനും ഈശോക്കും അള്ളാഹുവിനും കാണിക്കയിടുന്നതിന് പകരം അത്രയും കഴിഞ്ഞ് ചോദ്യചിഹ്നത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ആ സഹൃദയൻ. ആ വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ഓരോ മനുഷ്യരുമാണ്. ശരിയല്ലേ? ആരാധനാലയങ്ങൾക്ക് എന്തിനാണ് ഇത്രയും സമ്പാദ്യം? ദൈവം എല്ലാ അർത്ഥത്തിലും സമ്പന്നനാണ്. ദൈവത്തിന്റെ കയ്യിലാണ് ഈ സർവ്വചരാചരങ്ങൾക്കുമുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഉള്ളത്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവത്തിന് എന്തിനാണ് ഇത്രയധികം സമ്പാദ്യം? ആ ദൈവത്തിന് എന്തിനാണ് വീണ്ടും നമ്മൾ പണം നൽകി തൃപ്തിപ്പെടുത്തുന്നത്? ആരാധനാലയങ്ങളുടെ നടത്തിപ്പിനല്ലാതെ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കല്ലാതെ സമ്പത്തൊരുക്കി വെച്ച് കട്ടുമുടിക്കുന്ന ഒരു ആരാധനാലയത്തിലും ദൈവത്തിന്റെ കണിക പോലും ഉണ്ടാവില്ല. ആ ആരാധനാലയങ്ങളിൽ നിങ്ങൾ ഒരുക്കുന്ന കണ്ണീരിനും നേർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നിനും ഒരു ഫലവും ഉണ്ടാവില്ല. അവിടങ്ങളിലെല്ലാം നിങ്ങൾ കാത്തിരിക്കുന്നത് പിശാച് മാത്രമായിരിക്കും. ഇന്ത്യയിൽ ഒരുപാട് രക്തം ചിന്തി പടുത്തുയർത്തിയതാണ് രാമക്ഷേത്രം. എന്നിട്ട് അവിടെ എന്താണ് നടന്നത്? ദൈവത്തിന് നൽകിയ 200 കോടിയിലധികം രൂപ അവിടുത്തെ ദൈവത്തെ പരിപാലിക്കുന്നവർ തന്നെ കട്ടുമുടിച്ചിരിക്കുന്നു. 200 കോടിക്കല്ല,
200 രൂപ കിട്ടിയാൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങാമായിരുന്നു എന്ന് സ്വപ്നം കാണുന്ന എത്രയോ മനുഷ്യർ ആ രാമക്ഷേത്രത്തിന് ചുറ്റും തന്നെ താമസിക്കുന്നുണ്ടാകും. ദൈവത്തിന് കാണിക്ക വെക്കേണ്ടത് നമ്മുടെ സംശുദ്ധമായ മനസ്സാണ്. പണം നൽകേണ്ടത് അത് ആവശ്യമുള്ള നിർധനർക്കാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഹജ്ജിൽ നിന്ന് പോലും ഇസ്ലാം വിലക്കിയത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധാരണ മനുഷ്യന്റെ ദീനത മാറ്റിയിട്ട് വരുന്നവന്റെ ഹജ്ജ് മാത്രമേ ദൈവം സ്വീകരിക്കൂ. ഇതുപോലെ തന്നെയായിരിക്കും ഓരോ മതങ്ങളും. അപ്പോൾ ദൈവത്തിന് ആവശ്യം ധനമല്ല, ധനത്തെക്കാൾ മൂല്യമുള്ള നമ്മുടെ കളങ്കമില്ലാത്ത മനസ്സാണ്. ഈ കളങ്കമില്ലാത്ത മനസ്സില്ലാത്തത് കൊണ്ടാണ് അവസാനം അവർ പുതിയ വീട്ടിലേക്ക് മാറേണ്ട ദിവസം അവരുടെ എല്ലാ ദുരിതങ്ങളും ഒഴുക്കിക്കളയാൻ ആ നദിയിലേക്ക് ഇറങ്ങിയത്. അന്നായിരുന്നു അവർ അവരുടെ ദുരിതങ്ങൾ വാടകയ്ക്കെടുക്കാനുള്ള ആ പുതിയ വാടക വീട്ടിലേക്ക് മാറേണ്ടിയിരുന്നത്. ഇനിയും ദുരന്തങ്ങൾ കടമെടുക്കേണ്ടെന്ന് കരുതിയാവണം അനന്തതയിലേക്ക് അവർ പറന്നകന്നത്. ഇനിയും ഒരു ദുരന്തത്തിലേക്ക് നടന്നു കയറാതിരിക്കാൻ എല്ലാ ദുരിതങ്ങളും ഇറക്കി വെക്കാൻ തിരഞ്ഞെടുത്തത് ആ ദിവസം തന്നെയാണ്. നമുക്ക് പിന്നിൽ നമ്മൾ കാണാതെ കടന്നു പോകുന്നത് ഇതുപോലെ എത്രയെത്ര മനുഷ്യരെയാണ്.